ഗുഡ് മോർണിംഗ് മഞ്ഞേ. ഗുഡ് മോർണിംഗ്. ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ മേധമോളെ ഒരു ദിവസം എങ്ങനെയാണെന്നുള്ള കേട്ടോ. അപ്പം ഇന്ന് രാവിലെ തന്നെ ഒരു 7 മണി 7:15 എണീറ്റ്. സ്വാഭാവികമായിട്ട് 8 മണിയൊക്കെ ആവും എണീക്കുക, 8:30 ആവും കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റു. അത് കഴിഞ്ഞ് അവളെ ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്തു. അപ്പം ഡയപ്പർ അവൾ അമ്മമ്മേൻ്റെ അടുത്ത് കൊണ്ടു കൊടുക്കുകയാണ് കേട്ടോ, കളയാൻ വേണ്ടിയിട്ട്. പിന്നെ സാധാരണ ചെയ്യുമ്പോൾ ബ്രഷ് ചെയ്യും. അവൾക്ക് പല്ല് വന്ന മുതലേ ഞങ്ങൾ ബ്രഷ് ചെയ്യിക്കുന്നുണ്ട് കേട്ടോ. പല്ല് തേച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ മുഖം കഴുകാനും സമ്മതിച്ചില്ല കേട്ടോ. അമ്മ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ അമ്മയാണ് മുഖമൊക്കെ കഴിച്ചിടുന്നത്. പിന്നെ ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്ത് വായി കഴിക്കട്ടെ. എല്ലാം ചൂട് വെള്ളം എടുത്തിട്ട് കവളാൻ അറിയില്ല, പക്ഷേ വായിൽ വെള്ളമാക്കി തുപ്പാൻ പറഞ്ഞാൽ അവൾ തുപ്പും കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അവൾക്ക് ചായ കൊടുക്കാൻ. ഇന്ന് ചായക്ക് ഞങ്ങൾക്ക് കുഞ്ഞിപ്പത്തലായിരുന്നു. അവളുടെ ഫേവറേറ്റ് ആണ് കേട്ടോ കുഞ്ഞിപ്പത്തൽ. പിന്നെ ചായ കൊടുക്കാറില്ല, വെള്ളമാണ് കൊടുക്കാറ്. ഇപ്പോൾ ചായയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കോനാലേക്ക് പോയി. ഓരോ ദിവസം ഓരോ മൂടാണ്. ചില ദിവസങ്ങളിൽ അവൾക്ക് പ്ലേറ്റിൽ വെച്ച് കൊടുത്ത് അവൾ കഴിക്കും കേട്ടോ. അല്ലെങ്കിൽ കഴിക്കാത്ത ദിവസം ഇങ്ങനെ ഞാൻ എന്തെങ്കിലുമൊക്കെ കാണിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ ഊഞ്ഞാലിലൊക്കെ ഇരുത്തിയിട്ട് ഫീഡ് ചെയ്യും. അവളുടെ ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ പല്ല് തേച്ചു. അതേപോലെ ഞങ്ങൾ ചായ കുടിക്കും. ഞങ്ങൾ ചായ കുടിക്കാൻ സ്ഥലത്ത് ഞാനും അമ്മയും ഒരുമിച്ചാണ് ചായ കുടിക്കുന്നതെങ്കിൽ മേധന ഇങ്ങനെ കാർട്ടൂണൊക്കെ വെച്ച് അവിടെ കിടത്തിയാൽ അവൾ ഇരിക്കും കേട്ടോ. അമ്മയ്ക്ക് ഇന്ന് തൊഴിലുറപ്പിന് പോകണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ പോയതിന് ശേഷം പിന്നെ ഞാൻ മേധന ഇതേ മേലൊക്കെ കഴിച്ചു. മേലല്ല, സോറി, ഇന്ന് കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുളിപ്പിക്കുകയൊക്കെ ചെയ്തു, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. പിന്നെ അവൾക്ക് കഞ്ഞിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിഞ്ഞ് അവൾ ഉറങ്ങും കേട്ടോ. അപ്പം ഉറങ്ങാൻ വേണ്ടിയിട്ട് ഗുഡ് നൈറ്റൊക്കെ പറയുക. ആൾ ഉറങ്ങി കിട്ടാനാണ് കുറച്ച് താമസം. എന്നുവെച്ചാൽ ഇങ്ങനെ കുറേ നേരം എൻ്റെ ചോറിൽ കിടന്ന് അങ്ങനെ ഓരോന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്, എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ പാട്ടൊക്കെ വെച്ച് എന്തൊക്കെയൊക്കെയോ പറഞ്ഞ് എന്തൊക്കെയോ ചെയ്ത് ഞാനിങ്ങനെ ഉറക്കി കൊണ്ടുവരാണ്. പക്ഷെ ഉറങ്ങുന്നുണ്ടായില്ല, കുറേ ടൈം എടുത്തിട്ടു അവൾ ഉറങ്ങി വരാൻ. ഇങ്ങനെ ചോറിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ ഉറങ്ങിക്കഴിഞ്ഞിട്ട്. അവൾ ഉറങ്ങുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലും ജോലിയൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാം. പക്ഷേ അവൾ ഉറങ്ങുകയാണെങ്കിൽ തന്നെ അധിക നേരമൊന്നും ഉറങ്ങത്തില്ല കേട്ടോ. എപ്പോഴെങ്കിലുമൊക്കെയാണ് ഒരു ചിലപ്പോൾ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ഉറങ്ങിത്തരും. അല്ലാണ്ട് അവൾ കുറച്ച് നേരം ഉറങ്ങുള്ളൂ. പിന്നെ ഇതേ അമ്മ തൊഴിലുറപ്പിന് പോയി വന്നു. അപ്പോഴത്തേക്കും ഏതെങ്കിലും ഉറക്കൊക്കെ കഴിഞ്ഞ് അമ്മ ചോറ് തിന്നാൻ വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മയുടെ തൊഴിലുറപ്പിൽ ആരോ അരവണയൊക്കെ കൊണ്ടുത്തന്നു. അപ്പോൾ എനിക്ക് മേധക്ക് അമ്മ തന്നു. എനിക്ക് അരവണ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ മേധൊക്കെ കൊണ്ടുവന്നെങ്കിലും ഞാനും കൂടെ കഴിച്ചു കേട്ടോ. അപ്പം പിന്നെ അവൾക്ക് ഉച്ചയ്ക്ക് ചോറ് കൊടുത്തു. ചോറ് എന്ന് വെച്ചാൽ അവൾക്ക് മുട്ട മീനൊക്കെയാണ് പ്രധാനം ചോറിന്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കും. പിന്നെ ചോറൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ അടുത്ത് അമ്മേൻ്റെ അടുത്ത് ഇരുന്ന് കുറച്ച് നേരം കളിച്ചു കേട്ടോ. പിന്നെ ഇത് അവളുടെ ഫേവറേറ്റ് ഊഞ്ഞാലാണ്. കുറച്ച് നേരം എപ്പോഴും ഡെയിലി കുറച്ച് സമയം ഊഞ്ഞാലിൽ സ്പെൻഡ് ചെയ്യണം. അത് രാവിലെ ആയാലും ഉച്ചക്കായാലും ഒക്കെ സ്പെൻഡ് ചെയ്യണം കേട്ടോ. പിന്നെ എൻ്റെ മേധൻ്റെ ഫ്രണ്ടാണ് ഇത്, മോള് അടുത്ത വീട്ടിലെ കുട്ടിയാണ്. അപ്പോൾ അവളും കൂടെ വന്നപ്പോൾ അവരോട്. അപ്പോൾ ഇതൊക്കെയാണ് മേധയുടെ ഒരു ദിവസത്തെ പരിപാടി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.